ഹായ് ഫ്രണ്ട്സ്, DRBയുടെ സെമിനാർ സപ്പോർട്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സെമിനാർ സപ്പോർട്ട് സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ലൊരു സെമിനാർ എടുക്കാൻ വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് തരുന്നു. നല്ലൊരു പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ എടുക്കുന്ന MagNI എന്നൊരു ടോപ്പിക്കാണ്. ന്യൂറൽ ഇംപ്ലാന്റിനെ പറ്റിയുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ന്യൂറൽ ഇംപ്ലാന്റിനെ കണക്ട് ചെയ്തുള്ള ഒരുപാട് IEEE പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ലേറ്റസ്റ്റ് IEEE പേപ്പേഴ്സ് ഉണ്ട്. അതേപോലെ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, DBS. നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കും. DBS ബേസ് ചെയ്ത് ഒരുപാട് IEEE പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നല്ലൊരു സെമിനാർ, നല്ലൊരു പേപ്പർ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ബേസ് പ്ലാറ്റ്ഫോമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ തരുന്നത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നെങ്കിൽ കൂടുതൽ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് തുടങ്ങാം ക്ലാസ്. ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന മാഗ്നോ ഇലക്ട്രിക്കൽ ന്യൂറൽ ഇംപ്ലാന്റിനെ പറ്റിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ന്യൂറോ ഇലക്ട്രോണിക്സ് എന്താണ്, അല്ലെങ്കിൽ ന്യൂറൽ സയൻസ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാം, ന്യൂറോൺസ് എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസ് യൂണിറ്റ് ആണ്. എവിടെയെങ്കിലും കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരുമ്പോൾ, ന്യൂറോണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമ്പം അതിൽ നിന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസിനെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, ന്യൂറോൺസ് ആർ ദ സെൽ ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ ആണോ? ന്യൂറോൺസിൻ്റെ ഏറ്റവും ബേസ് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, ഒന്ന് ഓർമ്മിപ്പിക്കാൻ പറയുന്നതേ ഉള്ളൂ. ന്യൂറോൺസ് റെസ്റ്റിലിരിക്കുന്നു എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്ന ന്യൂറോൺ, അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പം ന്യൂറോൺസ് മെസ്സേജ് ഒന്നും സെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ റെസ്റ്റിലിരിക്കുകയാണ്. ആ ടൈമിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് നമ്മൾ നോക്കുന്നു. ന്യൂറോണിൻ്റെ അകത്തും പുറത്തുമായിട്ടുള്ള വോൾട്ടേജ് ഡിഫറൻസ് നോക്കുന്നു. അത് ഏകദേശം -70 മില്ലി വോൾട്ട് ആയിരിക്കും. അതിന് പറയുന്ന പേരാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഒന്നുമില്ല, ആ പേരിൽ തന്നെ ഉണ്ട്. ന്യൂറോൺ റെസ്റ്റിലിരിക്കുമ്പം, റെസ്റ്റിലിരിക്കുക എന്ന് വെച്ചാൽ ന്യൂറോൺ സിഗ്നലുകളൊന്നും സെൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ആ ഒരു കൺസെപ്റ്റ് ഓക്കെ ആയല്ലോ. ഇനി നമ്മൾ അറിയേണ്ടത്, ന്യൂറോൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന കാര്യം, റെസ്റ്റിലല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ന്യൂറോൺ ഒരു സിഗ്നൽ സെൻഡ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യണം? ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യണം. അപ്പോഴായിരിക്കും ഇൻഫർമേഷൻ ആക്സോൺ വഴി എങ്ങോട്ടാണോ പോകേണ്ടത് ആ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത്. ഓക്കെ ആണോ? അപ്പോൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, ആക്ഷൻ പൊട്ടൻഷ്യൽ. റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ റെസ്റ്റിലിരിക്കുമ്പോൾ, ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ന്യൂറോൺ ആക്ഷനിലായിരിക്കുമ്പം, എന്ന് വെച്ചാൽ സിഗ്നൽസ് സെൻഡ് ചെയ്യേണ്ടി വരുമ്പം, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഫയർ ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവരുടെ ഇടയ്ക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ചെറിയ കൺസെപ്റ്റും കൂടെ ഉണ്ട്. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ എപ്പോഴായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്? ഒരു സ്റ്റിമുലസ് വരുമ്പം, ഒരു സ്റ്റിമുലസ് എന്ന് പറയാം ഇന്ന ഭാഗത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അങ്ങനെ ഒരു സ്റ്റിമുലസ് വരുമ്പോഴാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, വരുന്ന എല്ലാ സ്റ്റിമുലസും ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ കാരണക്കാരാകില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം, റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ -70 മില്ലി വോൾട്ടാണ്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് വോൾട്ടേജിനെ, ആ നെഗറ്റിവിറ്റിയെ റെഡ്യൂസ് ചെയ്ത് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പൊട്ടൻഷ്യൽ വരണം. എന്നാൽ മാത്രമേ അതൊരു ആക്ഷൻ പൊട്ടൻഷ്യലായി മാറത്തുള്ളൂ. ആ നെഗറ്റിവിറ്റിയെ റെഡ്യൂസ് ചെയ്യുക, ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. വരുന്ന സ്റ്റിമുലസുകളെല്ലാം ആക്ഷൻ പൊട്ടൻഷ്യലിനെ ജനറേറ്റ് ചെയ്യത്തില്ല. വരുന്ന സ്റ്റിമുലസിന് മിനിമം ഒരു വാല്യൂ വേണം. മിനിമം ഒരു വോൾട്ടേജ് ലെവലിന് മുകളിലുള്ള സ്റ്റിമുലസുകൾ വന്നാൽ മാത്രമേ അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യത്തുള്ളൂ. അതിന് പറയുന്ന പേരാണ് ത്രെഷോൾഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മളൊരു ലിമിറ്റ് സെറ്റ് ചെയ്തു, ഒരു ത്രെഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്തു. -50 to -55 മില്ലി വോൾട്ടാണ് അതിൻ്റെ വാല്യൂ ജനറലി വരുന്നത്. അപ്പം ഈ ഒരു പൊട്ടൻഷ്യലിന് മുകളിലുള്ള പൊട്ടൻഷ്യൽ വന്നാൽ മാത്രമേ അത് ആക്ഷൻ പൊട്ടൻഷ്യലായി മാറത്തുള്ളൂ. ഇതൊക്കെ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ബേസ് ലെവൽ ഇൻഫർമേഷൻ തന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കോർ പാർട്ടിലേക്ക് പോകാം. നോക്കി, ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. നോക്കി, റെസ്റ്റിംഗ് സ്റ്റേറ്റ്, നമ്മുടെ ന്യൂറോൺ റെസ്റ്റിംഗ് സ്റ്റേറ്റ് ഇരിക്കുന്നു. അതാണ് -70 മില്ലി വോൾട്ട് എന്ന് കാണിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ത്രെഷോൾഡ് എന്ന് പറയുന്നത് -55 കണ്ടോ ആ ഗ്രാഫിൻ്റെ അകത്ത്? ആ -55ക്ക് താഴെ വരുന്നതെല്ലാം ഫെയിലായി പോവുകയാണ്. ആക്ഷൻ പൊട്ടൻഷ്യലായി കൺവേർട്ട് ചെയ്യുന്നില്ല, അതെല്ലാം ഫെയിലായി പോകുന്നുണ്ട്. അതേസമയം ആ ത്രെഷോൾഡിനെ ഓവർകം ചെയ്ത് വരുന്നവർ മാത്രം ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ കാരണക്കാരാകും. നമ്മളിപ്പം പറഞ്ഞ് കാണിച്ചെന്നേ ഉള്ളൂ.
ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം അടുത്ത സെക്ഷൻ. നോക്കിയേ, ന്യൂറൽ ഇംപ്ലാന്റ് കോർ പാർട്ടിലേക്ക് നമ്മൾ വന്ന്. എന്താണ് ഒരു ന്യൂറൽ ഇംപ്ലാന്റ്? ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ന്യൂറൽ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോഡാണ്. സിംപ്ലി ഒരു ഇലക്ട്രോഡാണ്, നമ്മുടെ ബോഡിക്കകത്ത് ഇൻസർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രോണാണ് ഈ ന്യൂറൽ ഇംപ്ലാന്റ്. അപ്പോൾ ഈ ഇലക്ട്രോഡ് അവിടെ ഇരുന്നുകൊണ്ട് ടിഷ്യൂ ആയിട്ട് കോണ്ടാക്റ്റിൽ വരും. നമ്മൾ ഇൻസർട്ട് ചെയ്യുമ്പോൾ ടിഷ്യൂ ആയിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു. ആ ടിഷ്യൂവിൻ്റെ അകത്ത് ന്യൂറോണുണ്ട്. അങ്ങനെ ന്യൂറോണുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു ഈ ഇംപ്ലാന്റ് അവിടെ ഇരുന്നുകൊണ്ട്. ക്ലിയർ ആയോ? ന്യൂറൽ ഇംപ്ലാന്റ് അപ്പം ഒരു ഇലക്ട്രോഡാണ്, ടിഷ്യൂവിൻ്റെ അകത്ത് ഇൻസർട്ട് ചെയ്യുന്നു, ടിഷ്യൂവിലിരുന്നു കൊണ്ട് ന്യൂറോണുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂറോണിൻ്റെ സാധാ ഹെൽത്തി ആയിട്ടുള്ളൊരു ന്യൂറോണിൻ്റെ ഓപ്പറേഷൻ അവിടെ ഇരുന്നുകൊണ്ട് പഠിക്കാം, റെക്കോർഡ് ചെയ്യാം അല്ലേ? ഹെൽത്തി ആയിട്ടുള്ളൊരു ന്യൂറോൺ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് അവിടെ ഇരുന്ന് ഈ ന്യൂറൽ ഇംപ്ലാന്റ് വെച്ച് നമുക്ക് പഠിച്ചെടുക്കാം. വേറൊന്ന് ഇല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന ഇതാണ്. ഇവിടെ നമ്മൾ ന്യൂറൽ ഇംപ്ലാന്റുകളെ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഈ ഫയറിംഗ് പാറ്റേണിൽ കുഴപ്പം വരും. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇമ്പൾസ് വേണം, സ്റ്റിമുലസ് വരുന്നു, പ്രോപ്പർ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷനായിട്ടുള്ള പ്രോപ്പർ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ചില ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് വരുന്നു. അങ്ങനെയൊക്കെ ഉള്ളപ്പം ഈ ന്യൂറൽ ഇംപ്ലാന്റ് അവിടെ നിന്ന് സപ്പോർട്ട് കൊടുക്കും. അപ്പോൾ സാധാ ഫയറിംഗ് പാറ്റേൺ ഒന്ന് ഓവർ റൈഡ് ചെയ്യുന്നു അത്. അപ്പം ആ ഒരു ഡിസോർഡറിനെ അങ്ങ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു ന്യൂറൽ ഇംപ്ലാന്റിനെ യൂസ് ചെയ്ത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ കാണാതൊക്കെ. നോക്കിയേ, ന്യൂറൽ ഇംപ്ലാന്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് യൂസും നമ്മുടെ ഈ സെമിനാറിൻ്റെ കോർ പാർട്ടും ഇതാണ്, ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ DBS. ന്യൂറൽ ഇംപ്ലാന്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. ഈ DBSനെ FDA-യും അതർ ഗ്ലോബൽ റെഗുലേറ്റേഴ്സും എല്ലാം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പാർക്കിൻസൺ ഡിസീസും എപ്പിലെപ്സിയും ന്യൂറോപ്പതിക് ഡിസോർഡേഴ്സിനും എല്ലാം ഉള്ള എഫിഷ്യൻറ്റ് സൊല്യൂഷനായിട്ട് അവരെല്ലാം അംഗീകരിച്ചാണ് DBS. ലോകത്ത് അറൗണ്ട് 1.5 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ഇപ്പം തന്നെ DBS അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. DBS ഇംപ്ലാന്റ് ഉള്ളവരുണ്ട്. അപ്പം DBS സിംപ്ലി പറഞ്ഞാൽ നമ്മൾ ഒരു ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്നു, ബ്രെയിനിൻ്റെ അകത്ത് ഒരു ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്നു. അപ്പം ബ്രെയിൻ റിലേറ്റഡ് ഡിസോർഡർ വരുമ്പം, ന്യൂറോണിൻ്റെ എന്തെങ്കിലും ഡിസോർഡറുകൾ വരുമ്പം ഈ ഇംപ്ലാന്റ് അവിടെ ഇരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യും. ക്ലിയർ ആയ കാര്യങ്ങൾ? ഇംപ്ലാന്റ് ഓവർ റൈഡ് ചെയ്യുന്നു ഫയറിംഗ് പാറ്റേൺ. ഇതാണ് ഇയാളുടെ ജോലി. അപ്പോൾ നോക്കി, ഈ ഒരു ഡയഗ്രത്തിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. സ്കള്ള്, ബ്രെയിന് നോക്കി, അതിൻ്റെ അകത്തേക്ക് ഇലക്ട്രോഡിനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ആ ഇലക്ട്രോഡിനെ കണക്ട് ചെയ്ത ഒരു ലെഡ് വയറുണ്ട്. ആ ലെഡ് വയർ എങ്ങോട്ടാണ് പോകുന്നത്? ന്യൂറോ സ്റ്റിമുലേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആ കോളർ ബോണിൻ്റെ ആ സൈഡിലായിട്ട്, ചെസ്റ്റിൻ്റെ ആ സൈഡിലായിട്ട് നമ്മൾ ഇൻസർട്ട് ചെയ്യും. അപ്പോൾ അതിലേക്കാണ് ഈ കണക്ഷൻ പോകുന്നത്. അപ്പം നമ്മൾ ഇലക്ട്രോഡ് പ്ലേസ് ചെയ്തു, ഒരു ന്യൂറോ സ്റ്റിമുലേറ്റർ ഉണ്ട്, അവർ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അപ്പം നോക്കിയേ, ഈ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവുകയാണ്. DBS. അപ്പം DBS നമ്മൾ ചെയ്യുന്നത് ബ്രെയിനിൻ്റെ ഏത് പാർട്ടിലാണോ ഇൻസർട്ട് ചെയ്യേണ്ടത് അവിടെ ഇലക്ട്രോഡിനെ ഇൻസർട്ട് ചെയ്യുന്നു. ആ ഇലക്ട്രോഡ് അവിടെ ഇരുന്ന് ടിഷ്യൂ ആയിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു. അങ്ങനെ ന്യൂറോണുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നു. അങ്ങനെ വരുന്ന ആബ്നോർമൽ ഇമ്പൾസിനെ അവോയ്ഡ് ചെയ്തു നോർമലാക്കി മാറ്റുന്നു കാര്യങ്ങൾ. അതേപോലെ തന്നെ എത്രമാത്രം സ്റ്റിമുലേഷൻ വേണം DBSൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു, സ്റ്റിമുലേറ്റ് ചെയ്യും, വേണ്ട സ്റ്റിമുലേഷൻ അയാൾ പ്രൊവൈഡ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു ന്യൂറൽ ഇംപ്ലാന്റ്. അപ്പോൾ എത്രമാത്രം സ്റ്റിമുലേഷൻ വേണം അല്ലെങ്കിൽ എത്ര സ്റ്റിമുലേഷൻ വേണമെന്നൊക്കെ തീരുമാനിക്കുന്ന ഒരാൾ അവിടെ ഇരിപ്പുണ്ട്, പേസ് മേക്കർ ലൈക്ക് ഡിവൈസ്. നമ്മളിപ്പോൾ ആ ഡയഗ്രത്തിൽ കണ്ടു അല്ലേ, ന്യൂറോ സ്റ്റിമുലേറ്റർ എന്ന് പറയുന്ന ഒരാൾ. ന്യൂറോ സ്റ്റിമുലേറ്റർ അവിടെ ഇരുന്നുകൊണ്ടാണ് വേണ്ട സ്റ്റിമുലേഷൻ കൊടുക്കുന്നത്. ഈ ന്യൂറോ സ്റ്റിമുലേറ്ററിനെയും ഈ ഇലക്ട്രോണിനെയും തമ്മിൽ ഘടിപ്പിച്ചൊരു വയറുണ്ട്. ആ വയറ് സ്കിന്നിൻ്റെ അകത്തോടായിരിക്കും അങ്ങോട്ട് പോകുന്നത്. ഓക്കെ അല്ലേ കാര്യങ്ങൾ? അപ്പം നോക്കി, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. സ്കള്ളിൻ്റെ അകത്ത് ബ്രെയിൻ്റെ ഏത് ഭാഗത്താണോ വേണ്ട അവിടെ സർജറി നടത്തി അവിടെ സ്മാൾ ഹോൾ ക്രിയേറ്റ് ചെയ്ത് അവിടെയായിരിക്കും നമ്മുടെ ഡിവൈസ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ന്യൂറോ സ്റ്റിമുലേറ്ററും അതേപോലെ ഒരു ഓപ്പറേഷൻ നടത്തി കോളർ ബോണിൻ്റെ ആ ഭാഗത്ത് ചെസ്റ്റിൻ്റെ അവിടെ ആയിട്ടായിരിക്കും വെക്കുന്നത്. അതാണ് ബാറ്ററി ഇല്ലെങ്കിൽ സ്റ്റിമുലേഷൻ കൊടുക്കുന്ന അയാളായിരിക്കും. പിന്നെ നമ്മൾ അറിയേണ്ട ഈ പൾസ് ജനറേറ്റർ, നമ്മൾ ഈ സ്റ്റിമുലേറ്റർ ന്യൂറോ സ്റ്റിമുലേറ്റർ എന്ന് പറയുന്ന ആളെ ഒരു ഡോക്ടറിന് ഒരു റിമോട്ട് കൺട്രോൾ വെച്ച് കൺട്രോൾ ചെയ്യാം. അയാളുടെ ബോഡി നോക്കി, അയാളുടെ അസുഖം നോക്കി, അയാളുടെ ഡിസോർഡർ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സ്റ്റിമുലേഷൻസ് ഒരു പൾസ് ജനറേറ്റർ മുഖേന ഈ ഡോക്ടറിന് സെൻഡ് ചെയ്ത് വിടാവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതാണ് ഒരു നോർമൽ പിക്ചർ, DBSൻ്റെ നോർമൽ പിക്ചറാണ് പറഞ്ഞത്. ഈ DBSൻ്റെ ചില
ഇഷ്യൂസാണ് ഈ പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് പവർ ഡെലിവറി കൊടുക്കുമ്പം ഇങ്ങനെ വയർ യൂസ് ചെയ്ത് ഡയറക്റ്റായിട്ട് സ്റ്റിമുലേറ്ററിൽ വെച്ച് ഒരു ഡയറക്റ്റ് പവർ ഡെലിവറി കൊടുക്കുമ്പോൾ അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ പേഷ്യൻറ്റിനൊരു ഇംബാലൻസ് വരും, അയാളുടെ മൊബിലിറ്റി അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ സ്കിന്നിൻ്റെ അകത്തോടെ ഈ വയറ് പോകുമ്പോൾ ഉണ്ടാകുന്ന മെഡിക്കൽ ഇഷ്യൂസ് വേറെ ഉണ്ട്. പിന്നെ വേറൊന്ന്, ബാറ്ററീസ് യൂസ് ചെയ്താണ് നമ്മൾ ഈ ഡയറക്റ്റ് പവറിങ് മെത്തേഡിൻ്റെ അകത്ത് പവർ ഡെലിവറി ചെയ്യുന്നത്. ഈ ബാറ്ററിയുടെ ലൈഫാണ് ഏറ്റവും വലിയ ഇഷ്യൂ. ഒരു ഫൈനൈറ്റ് ലൈഫ് ടൈം ആയിരിക്കും ബാറ്ററീസിനെല്ലാം ഉള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും ആ ബാറ്ററിയെ റിമൂവ് ചെയ്യണം, പുതിയ ബാറ്ററി ഇൻസേർട്ട് ചെയ്യണം, അങ്ങനെ കുറേ ഇഷ്യൂസ് വരുന്നു ഡയറക്റ്റ് പവർ ഡെലിവറി ആണെങ്കിൽ, ഇങ്ങനെ ഡയറക്റ്റ് വയർ വെച്ച് കണക്ട് ചെയ്ത് വിടുവാണെങ്കിൽ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നു ഇതിനെ എങ്ങനെ ഒഴിവാക്കാം, ഈ ഇഷ്യൂവിനെ എങ്ങനെ ഒഴിവാക്കാം. അതിൻ്റെ ആൻസറാണ് വയർലെസ് ന്യൂറൽ സ്റ്റിമുലേഷൻ. അപ്പോൾ നമ്മൾ വയർലെസ് ന്യൂറൽ സ്റ്റിമുലേഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇതേപോലെ വയർഡ് കണക്ഷൻ വേണ്ട, വയറില്ലാതെ എങ്ങനെ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നോക്കി, അതിലൊന്നാമത്തെ മെത്തേഡാണ് അൾട്രാസൗണ്ട് സ്റ്റിമുലേഷൻ, ട്രാൻസ്ക്രാനിയൽ അൾട്രാസൗണ്ട് സ്റ്റിമുലേഷൻ. ഇതിൻ്റെ അകത്തൊന്നുമില്ല. അൾട്രാസൗണ്ട് യൂസ് ചെയ്ത് ബ്രെയിൻ്റെ ഏത് ഭാഗത്താണോ നമുക്ക് ആ ഇലക്ട്രോഡുള്ള അതിലേക്ക് വേണ്ട പവർ അൾട്രാസൗണ്ട് യൂസ് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയറായോ? അൾട്രാസൗണ്ട് യൂസ് ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആ ഇലക്ട്രോഡിനെ. അതാണ് ഒന്നാമത്തെ മെത്തേഡ്. വേറൊരു മെത്തേഡുണ്ട്, ഇൻഡക്റ്റീവ് കപ്ലിംഗ് സ്റ്റിമുലേഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ഇൻഡക്റ്റീവ് കോയിലുണ്ട്, 2 കോയിൽ ഇൻഡക്റ്റീവ് കോയിലുണ്ട്. ആ ഇൻഡക്റ്റീവ് കോയിലാണ് ലോ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയിൽ വേണ്ട സ്റ്റിമുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ വേണമെങ്കിലും ഇലക്ട്രോണിന് വേണ്ട സ്റ്റിമുലേഷൻ നമുക്ക് കൊടുക്കാം. വേറൊരു മെത്തേഡുണ്ട്, ഒപ്റ്റിക്കലി പവേർഡ് സ്റ്റിമുലേറ്റേഴ്സ്. അതിൻ്റെ അകത്തൊന്നുമില്ല, ഫോട്ടോ ഡയോഡ് യൂസ് ചെയ്ത് ഒപ്റ്റിക്കൽ എനർജി യൂസ് ചെയ്ത് നമ്മുടെ ഇലക്ട്രോണിന് വേണ്ട സ്റ്റിമുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 3 രീതിയിലാണ് വയർലെസ് ന്യൂറൽ സ്റ്റിമുലേഷൻ നടക്കുന്നത്. ഓക്കെ ആണോ? അൾട്രാസൗണ്ട്, ഇൻഡക്റ്റീവ് കപ്ലിംഗ്, ഒപ്റ്റിക്കലി പവേർഡ് സ്റ്റിമുലേഷൻ, ഈ 3 രീതിയിലായിരിക്കും അത് നടക്കുന്നത്. ഇനി ഇതിൻ്റെ കുഴപ്പം എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ മാഗ്നിയെ ചൂസ് ചെയ്യുമ്പോൾ ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ? നോക്കിയേ, ഇപ്പോൾ ഇൻഡക്റ്റീവ് കപ്ലിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇൻഡക്റ്റീവ് കപ്ലിങ്ങിൻ്റെ ഒരു കുഴപ്പം എന്തെന്ന് വെച്ചാൽ ഇൻഡക്റ്റീവ് കപ്ലിംഗ് ഈ ടിഷ്യൂസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആ ഇലക്ട്രോഡിന് ചുറ്റിനുമുള്ള ടിഷ്യൂസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അത് കാരണം ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാകുന്നു, ടിഷ്യൂ ഡാമേജ് ആകുന്നു. അപ്പോൾ ഇൻഡക്റ്റീവ് കപ്ലിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഒപ്റ്റിക്കലി പവേർഡ് സ്റ്റിമുലേറ്റർ നമ്മളിപ്പം കണ്ടില്ലേ. ഒപ്റ്റിക്കലി പവേർഡ് സ്റ്റിമുലേറ്ററിൻ്റെ ഒരു കുഴപ്പം, ഒരു പർട്ടിക്കുലർ ഡെപ്തിന് അപ്പുറത്തേക്ക് പോകത്തില്ല, സർഫസ് ഡെപ്ത് വരെയൊക്കെ പോകത്തുള്ളൂ. ലൈറ്റിനെ ടിഷ്യൂവിനെ പെനിട്രേറ്റ് ചെയ്ത് അധികം പോകാൻ കഴിയില്ല. അതുകൊണ്ട് അത് നമുക്ക് യൂസ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ അത് ഹീറ്റിംഗ് ഇഷ്യൂസും ഉണ്ടാക്കും, ടിഷ്യൂവിനെ ഹീറ്റ് ചെയ്യാൻ കാരണം ഉണ്ടാക്കും. പക്ഷേ അൾട്രാസൗണ്ട് ഈ പറഞ്ഞ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ അൾട്രാസൗണ്ടിൻ്റെ ഒരു കുഴപ്പം, അൾട്രാസൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഹെയർ, സ്കിന്ന്, ബോണ് പോലുള്ള ഡിഫറെൻറ്റ് മീഡിയം വരുമ്പം അവർ റിഫ്ലക്റ്റ് ചെയ്യും, തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരും. അത് അറ്റുനേഷന് കാരണമാകും, ഡാറ്റ ട്രാൻസ്ഫറിനെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ ചില ഇഷ്യൂസ് ഉണ്ട് ഈ വയർലെസ് ആയിട്ടുള്ള സ്റ്റിമുലേഷൻ മെത്തേഡ്സിന്. നമ്മൾ പഠിച്ച 3 സ്റ്റിമുലേഷൻ മെത്തേഡിനും പലതരം ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും മാഗ്നിയിലേക്ക് പോകുന്നത്, മാഗ്നോ ഇലക്ട്രിക് ന്യൂറൽ ഇംപ്ലാന്റ്. റൈസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ടീം ഓഫ് എഞ്ചിനീയേഴ്സാണ് ഇപ്പോൾ ഈ മാഗ്നോ ഇലക്ട്രിക്കൽ ന്യൂറൽ ഇംപ്ലാന്റ് കണ്ടുപിടിച്ചത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ ന്യൂറൽ ഇംപ്ലാന്റിനെ പ്രോഗ്രാം ചെയ്യാനും ചാർജ് ചെയ്യാനും, നമ്മൾ നേരത്തെ പറഞ്ഞു ചാർജ് ചെയ്യാൻ പല മെത്തേഡ് നമ്മൾ കണ്ടു. അതൊന്നും വേണ്ട, ഒരു മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്ത് നമ്മുടെ ന്യൂറൽ ഇംപ്ലാന്റിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാനും ചാർജ് ചെയ്യാനും പറ്റും. നമ്മളിനി അതെങ്ങനെയെന്നാണ് നോക്കാൻ പോകുന്നത്. നോക്കി, ഇതിൻ്റെ കോർ പാർട്ട് എന്ന് പറഞ്ഞാൽ മാഗ്നെറ്റോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഈ മാഗ്നെറ്റോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറാണ് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നുള്ള ചാർജിനെ നമ്മുടെ ന്യൂറൽ ഇംപ്ലാന്റിലേക്ക് ഡെലിവറി ചെയ്യുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ എനർജി യൂസ് ചെയ്ത് ന്യൂറൽ ഇംപ്ലാന്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എല്ലാം ഈ മാഗ്നെറ്റോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻലി മാഗ്നെറ്റോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ നമ്മുടെ സീമോസ് ടെക്നോളജിയായിട്ട് ചേർന്നാണ് നല്ലൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നത് ന്യൂറൽ ഇംപ്ലാന്റിന് വേണ്ടിയുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതെങ്ങനെയെന്ന്. മാഗ്നെറ്റോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. മാഗ്നെറ്റോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഏറ്റവും വലിയ ഗുണം, അവരൊരു ഷോർട്ട് ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് വയർലെസ്സായി നിന്നുകൊണ്ട് ലോ ഫ്രീക്വൻസി ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ട്രാൻസ്ഫർ നടത്തുന്നു, മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്തു. അപ്പം മാഗ്നെറ്റോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. ലോ ഫ്രീക്വൻസി ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ട്രാൻസ്ഫർ നടത്തുന്നു വയർലെസ്സായിട്ട് മാഗ്നറ്റിക് ഫീൽഡിനെ യൂസ് ചെയ്ത്.
അപ്പം മാഗ്നെറ്റോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുള്ള ഏതൊരു കപ്ലിങ്ങിനെ നമുക്ക് പറയാം മാഗ്നെറ്റോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കപ്ലിംഗ് അവർ തമ്മിലുള്ള. അപ്പോൾ ആ ഒരു കപ്ലിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്രയേ ഉള്ളൂ, മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് എനർജി എടുത്തിട്ട് അതിന് പ്രപ്പോർഷണലായിട്ട് ഇലക്ട്രിക്കൽ ഡൊമൈനിൽ അത് എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു, ഇല്ലെങ്കിൽ നേരെ തിരിച്ചു. അതാണ് ഈ കപ്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാഗ്നെറ്റോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറിൻ്റെ അകത്ത് 2 പ്രോപ്പർട്ടിയുടെ മിക്സാണ്, 2 പ്രോപ്പർട്ടീസാണ് മാഗ്നെറ്റോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറിൻ്റെ ബേസ് ലൈൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു മാഗ്നെറ്റോസ്ട്രിക്റ്റീവ് മെറ്റീരിയൽ ഉണ്ട്. അതിൻ്റെ മാഗ്നെറ്റോസ്ട്രിക്റ്റീവ് എഫക്റ്റ് നമ്മൾ എടുക്കുന്നു. പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ട് അതിൻ്റെ അകത്ത് പീസോ ഇലക്ട്രിക് എഫക്റ്റ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഈ 2 എഫക്റ്റിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് ആ എഫക്റ്റ് എന്താണെന്നൊന്ന് നോക്കാം. മാഗ്നെറ്റോസ്ട്രിക്റ്റീവ് എഫക്റ്റ് എന്തെന്ന് നോക്കാം. നമുക്ക് മാഗ്നെറ്റോസ്ട്രിക്റ്റീവ് എഫക്റ്റ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതെന്തെന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ വെക്കുമ്പം അതിൻ്റെ ഷേപ്പിൽ ചേഞ്ച് വരുന്നു. ക്ലിയറായോ? മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ വരുമ്പം ഷേപ്പിൽ ചേഞ്ച് വരുന്നു. ആ ഒരു പ്രോപ്പർട്ടിയാണ് മാഗ്നെറ്റോസ്ട്രിക്ഷൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ 2 എഫക്റ്റിനെ ബേസ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. ആദ്യത്തെ എഫക്റ്റ് മാഗ്നെറ്റോസ്ട്രിക്ഷൻ, രണ്ടാമത്തത് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ മെക്കാനിക്കൽ സ്ട്രെസ്, നമ്മളൊരു മെക്കാനിക്കൽ സ്ട്രെസ് ഒരു ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പം ആ ബോഡി പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ സ്ട്രെസ്സിന് പ്രപ്പോർഷണലായിട്ടുള്ള ഒരു ഇലക്ട്രിക് ചാർജിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. രണ്ടും വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കൂ. മാഗ്നെറ്റോസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പം ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഷേപ്പിൽ ചേഞ്ച് വരുന്ന പ്രോപ്പർട്ടിയാണ് മാഗ്നെറ്റോസ്ട്രിക്ഷൻ. ഓക്കെ അല്ലേ? പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ മെക്കാനിക്കൽ സ്ട്രെസ് കാരണം ഇലക്ട്രിക് ചാർജിനെ പ്രൊഡ്യൂസ് ചെയ്താൽ അതാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ അല്ലേ? ഈ 2 എഫക്റ്റുകൾ ഒന്നിച്ച് ചേരുന്ന പ്രോപ്പർട്ടിയാണ് മാഗ്നെറ്റോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ ഓപ്പറേഷനിലേക്ക് നമുക്കൊന്ന് പോകാം. നോക്കിയേ, നമ്മൾ ഈ മാഗ്നെറ്റോ ഇലക്ട്രിക് മെറ്റീരിയലിനെ പറ്റി പറഞ്ഞല്ലേ. ഈ മാഗ്നെറ്റോ ഇലക്ട്രിക് മെറ്റീരിയലിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ മാഗ്നെറ്റോ ഇലക്ട്രിക് പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മളിപ്പം കണ്ടു ഇല്ലേ, ആ മാഗ്നെറ്റോ ഇലക്ട്രിക് പ്രോപ്പർട്ടി അനുസരിച്ച് മാഗ്നെറ്റോസ്ട്രിക്റ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ച് എന്തവിടെ പ്രൊഡ്യൂസ് ചെയ്യും? ഷേപ്പിൽ ചേഞ്ച് വരും, ഇല്ലെങ്കിൽ ഒരു സ്ട്രെയിൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, അതിന് പ്രപ്പോർഷണലായിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്തു? ഒരു സ്ട്രെയിൻ ക്രിയേറ്റ് ചെയ്തു മാഗ്നെറ്റോ ഇലക്ട്രിക് മെറ്റീരിയൽ അവിടെ ഇരുന്നോട്ട്. ഓക്കെ അല്ലേ? അത് ഇനി നോക്കിയേ, ഒരാളും കൂടി ഇല്ലേ അതിൻ്റെ അകത്ത് ആരുണ്ട്? പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ട്. ഈ പ്രൊഡ്യൂസ് ചെയ്ത സ്ട്രെയിൻ, മാഗ്നെറ്റോസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഈ സ്ട്രെയിൻ എന്ത് ചെയ്യും? പീസോ ഇലക്ട്രിക് മെറ്റീരിയലിലേക്ക് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. ക്ലിയറായോ? മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു, അവിടെ മാഗ്നെറ്റോസ്ട്രിക്റ്റീവ് പ്രോപ്പർട്ടി കാരണം സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്തു. ആ സ്ട്രെയിനാണ് പീസോ ഇലക്ട്രിക് മെറ്റീരിയലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ആ ഒരു സ്ട്രെയിൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് കാരണം അവിടെ എന്തുണ്ടാകും? അതിന് പ്രപ്പോർഷണലായിട്ടുള്ള ഒരു ഇലക്ട്രിക് വോൾട്ടേജ് അവിടെ ജനറേറ്റ് ചെയ്യും. അപ്പം ഫലത്തിൽ എന്താ? ഇൻപുട്ട് എന്തുമായിരുന്നു? മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച്, അത് കാരണം ഒരു സ്ട്രെയിൻ ഉണ്ടാകുന്നു. ആ സ്ട്രെയിൻ പീസോ ഇലക്ട്രിക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ സ്ട്രെയിന് പ്രപ്പോർഷണലായിട്ടുള്ള ഒരു ഇലക്ട്രിക് വോൾട്ടേജ് അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം മാഗ്നറ്റിക് ഫീൽഡായിരുന്നു ഇൻപുട്ട്, ഔട്ട്പുട്ട് കിട്ടിയെന്തോ ഇലക്ട്രിക് വോൾട്ടേജ് വന്നു പീസോ ഇലക്ട്രിക്കിൻ്റെ ഔട്ട്പുട്ടായിട്ട്. ഓക്കെ അല്ലേ? അപ്പം മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഇലക്ട്രിക് കപ്ലിംഗ് നടന്നിരിക്കുന്നു. ഓക്കെ അല്ലേ? നമ്മൾ ഇത്ര നേരം പറഞ്ഞത് അതിൻ്റെ ഓപ്പറേഷൻ. ഇനി ആ ഡിവൈസിനെ പറ്റി പറയുകയാണ്. മാഗ്നി എന്ന് പറയുന്ന ഡിവൈസിൻ്റെ അകത്ത് മെയിൻലി 3 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് മാഗ്നോ ഇലക്ട്രിക് ഫിലിം, ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ട്രാൻസ്ഡ്യൂസർ 2x4 മില്ലിമീറ്റർ നീളമുള്ള ഇല്ലെങ്കിൽ അത്രയും ഡയമെൻഷനുള്ള ഒരു ട്രാൻസ്ഡ്യൂസർ. അതാണ് മാഗ്നറ്റിക് ഫീൽഡിനെ ഇലക്ട്രിക് ഫീൽഡാക്കി മാറ്റുന്നത്. അതെങ്ങനെയെന്നൊക്കെ നമ്മളിപ്പം പഠിച്ചു, ആ 2 പ്രോപ്പർട്ടിയൊക്കെ വെച്ച്. പിന്നെ ഒരു CMOS ചിപ്പുണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട് എനർജി സ്റ്റോർ ചെയ്യാൻ. ഈ 3 പേരാണ് ഇതിൻ്റെ അകത്തുള്ളത്. കാലിബ്രേഷൻ ഫ്രീ ആണ്, ഇൻറ്റേർണൽ വോൾട്ടേജ് ഒന്നും വേണ്ട, ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പിന്നെ CMOS ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പവർഫുള്ളാണ്, എഫിഷ്യൻ്റാണ്, എക്കണോമിക്കലാണ്. CMOS സിഗ്നൽ പ്രോസസ്സിങ് ആപ്ലിക്കേഷനായിട്ട്. CMOS ഒക്കെ നമുക്കൊരു സെമിനാറായിട്ട് വീണ്ടും ചെയ്യാനുണ്ട്, അത് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പം ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഡിവൈസിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, മാഗ്നയുടെ അഡ്വാൻറ്റേജ്.
ഈ അഡ്വാൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കുറേ ഡിസഡ്വാൻറ്റേജുകൾ പറഞ്ഞു വയർലെസ് മെത്തേഡുകൾക്ക് ഇല്ലേ. ആ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡിന് ടിഷ്യൂ അബ്സോർബ് ചെയ്യത്തില്ല, ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് എന്താ ഗുണം? മറ്റേടത്ത് നമ്മൾ കണ്ടു, മറ്റേ വയർലെസ് മെത്തേഡിൻ്റെ അകത്തൊക്കെ നമ്മൾ കണ്ടു, ഇൻഡക്റ്റീവ് ആണെങ്കിലും ഒപ്റ്റിക്കലാണെങ്കിലും എല്ലാം ടിഷ്യൂ അബ്സോർവ് ചെയ്തിട്ട് ടിഷ്യൂ ഹീറ്റ് ആകുന്നു, ടിഷ്യൂ ഡാമേജ് ആകുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടാകുന്നില്ല. കാരണം എന്താ? ടിഷ്യൂ ഡു നോട്ട് അബ്സോർവ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ അല്ലേ? അത് തന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ നമ്മൾ ആ അൾട്രാസൗണ്ടിൻ്റെ വയർലെസ്സിൻ്റെ അകത്ത് അൾട്രാസൗണ്ട് മേടിച്ചപ്പം പറഞ്ഞു അതിൻ്റെ ഒരു കുഴപ്പം അവിടെ റിഫ്ലക്ഷൻ ഇഷ്യൂ ആണ്. ഇവിടെ റിഫ്ലക്ഷൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അറ്റുനേഷൻ ഉണ്ടാകുന്നില്ല, ഡാറ്റ ട്രാൻസ്ഫർ പ്രോബ്ലവും ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 2 പോയിൻ്റാണിത്. ടിഷ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് അബ്സോർവ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ റിഫ്ലക്ഷൻ ഇഷ്യൂസും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റും ഉണ്ടാകുന്നില്ല, റിഫ്ലക്ഷൻ മൂലമുള്ള അറ്റുനേഷൻ്റെ ഫെയിലിയറും ഒന്നും ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്താണ് ഇവിടെ നമ്മൾ കൺട്രോൾ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. കാലിബ്രേഷൻ ഫ്രീ ആണ്, റോബസ്റ്റ് ആണ് മാഗ്നി. ഓക്കെ അല്ലേ? അഡ്വാൻറ്റേജസ് ക്ലിയർ ആയല്ലോ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഇൻറ്റേർണൽ വോൾട്ടേജസ് ഒന്നും വേണ്ട വർക്ക് ചെയ്യാൻ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചേഞ്ച് ചെയ്യുന്നതാണ് ഇലക്ട്രിക്കൽ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ഈ മാഗ്നിയെ പറ്റിയുള്ള റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മാഗ്നി ഇപ്പോഴും ആ റിസർച്ച് എൻവയോൺമെൻറ്റ് എങ്ങനെയെന്ന് വെച്ചാൽ ജെല്ലി ലൈക്ക് അഗർ എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ അകത്തിട്ട് നമ്മുടെ ടിഷ്യൂവിന് സമാനമായ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ റിലയബിലിറ്റിയെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിലയബിലിറ്റിയെ പറ്റിയുള്ള റിസർച്ച് നടക്കുന്നു. പിന്നെ ഒന്ന് ഹൈഡ്രയ്ക്കകത്ത് നമ്മൾ ഈ ന്യൂറൽ ഇംപ്ലാന്റ് ഘടിപ്പിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ട്രിഗർ ചെയ്തു. അപ്പോൾ അത് ഫ്ലൂറസെൻറ്റ് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം പോസിറ്റീവ് റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ചിപ്പിൻ്റെ അകത്തെല്ലാം 1 വേ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എനർജി ആൻഡ് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്ന ഒറ്റ ഡയറക്ഷനിലേക്ക്, ചിപ്പിൽ നിന്നൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ നമ്മളിപ്പം 2 വേ കമ്മ്യൂണിക്കേഷനിലേക്ക് എയിം ചെയ്യുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ന്യൂറൽ ഇംപ്ലാന്റിലേക്കുള്ള കാര്യങ്ങൾ അങ്ങോട്ടും സെൻഡ് ചെയ്യുന്നു, അവിടുന്ന് ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്ന രീതിയിൽ 2 വേ കമ്മ്യൂണിക്കേഷനിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള റിസർച്ചും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം സെമിനാർ സപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിച്ചതാണ് നല്ലൊരു സെമിനാർ പേപ്പർ, IEEE സെമിനാർ പേപ്പർ. ഇത് ബേസ് ചെയ്ത് ഒരുപാട് പേപ്പേഴ്സ് നെറ്റിൽ അവൈലബിൾ ആണ്. നല്ലൊരു സെമിനാർ ക്രിയേറ്റ് ചെയ്യാം ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ. നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഏകദേശം ഐഡിയ മനസ്സിലാവും. ഒരു കഥ പോലെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ് ന്യൂറൽ ഇംപ്ലാന്റ്, ന്യൂറോ ഇലക്ട്രോണിക്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, ന്യൂറൽ ഇംപ്ലാന്റ് എന്താണെന്ന് പറഞ്ഞു, DBS എന്താണെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ വയർലെസ് മെത്തേഡ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് മാഗ്നി യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, മാഗ്നിക്കകത്ത് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്, ഏതൊക്കെ പ്രോപ്പർട്ടി ബേസ് ചെയ്താണ് അത് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് വരാം, റിസർച്ച് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നല്ലൊരു സെമിനാർ ക്രിയേറ്റ് ചെയ്യുക ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന്. വേറൊരു ടോപ്പിക്ക് എടുത്ത് നമുക്ക് അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നിങ്ങളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഞാൻ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.